നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയയാൽ മാത്രം ഇന്നു ഞാൻ കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയയാൽ മാത്രം ഇന്നു ഞാൻ കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠം കടന്നു വരുവാനും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനും തന്ന സാവകാശത്തിനായി നന്ദി. ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവ്, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയതാ. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ ബലമുള്ള കരം ആ കരമാകിയാൽ അപ്പൻ്റെ കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പൗർഷ്യാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഇന്ന് വരെ ഞങ്ങളെ നടത്തി ആയുസ്സോടെ ആരോഗ്യത്തോടെ സൂക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഹാലലി ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്തോത്രം. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ, ഭക്ഷണം, വസ്ത്രം എല്ലാം തന്നെ ഞങ്ങളെ സഹായിക്കണം. സമാധാനത്തോടെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിച്ചു തരിക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. ദാനം തന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ഭാവിയും വിദ്യാഭ്യാസവും ഏൽപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. കരുണയോടെ ഓർക്കണമേ അപ്പാ. ഞങ്ങളെ അവിടെ നിന്നുവരെ പരിപാലിച്ചു ദൈവമേ. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും അങ്ങയുടെ മേലിട്ട് തരിക. അങ്ങ് ഞങ്ങളുടെ ഭാരം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമാ. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവം വീണ്ടും ജയത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുള്ള കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുന്ന ദൈവം അവിടുന്ന്. ആമേൻ, ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാ. ആ സ്നേഹത്തിനും കരുണയ്ക്കും കരുതലിനുമായി നന്ദി പറയുന്നു കർത്താവേ. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്ന സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ഇടയാക്കണമേ. അവരുടെ ഭാവി സുരക്ഷിതമാക്കണമേ. അവരുടെ പഠനമേറ്റവും അനുഗ്രഹപ്രദമാക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ സഹായിക്കണമേ കർത്താവ്. നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചോണേ. സമാധാനത്തിൽ ജോലി ചെയ്യാൻ ഇടയാക്കണമേ. വിവാഹപ്രായമായ മക്കൾക്ക് തക്കത്തുണ ഒരുക്കണേ കർത്താവേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. കടഭാരമക്കളുള്ള മക്കളുടെ കർത്താവെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. അടിസ്ഥാനം ഇടുവാൻ കാത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗം തന്നെ ഇറങ്ങി വരണമേ കർത്താവേ. ആമേൻ. അവിടുന്ന് ഹല്ലേലൂയ അടിസ്ഥാനക്കല്ലായിരിക്കുമാറാകണം. അതിനെ കെട്ടിപ്പൊക്കി വാസയോഗ്യമാക്കി മനോഹരമായൊരു ഭവനം പണിത് ദേശത്ത് പാർക്കുവാൻ കർത്താവ് കൃപയാൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും അനുഗ്രഹവും ഓരോ മക്കൾക്കും കൊടുത്ത് നിറച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം വേണം അപ്പം, സമാധാനം വേണം. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷന് തയ്യാറെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവ് ഇപ്പോൾ പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവരുണ്ട്. ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, എൻ്റെ ദൈവമായ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവർ, അപ്പം മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ കർത്താവേ.
ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ള, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഹൃദയസമാധാനമില്ലാതെ വേദനിക്കുന്നവർ എല്ലാം തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനോടൊന്ന് നല്ല വൈദ്യനാ, നല്ല മരുന്നാ, നീ കടന്നു വരണം, തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മുൻപാകെ കടന്നു വരുന്ന ഒരു മക്കൾ ലജ്ജിച്ചു പോകാൻ അനുവദിക്കരുതേ അപ്പ. അവിടുന്ന് സഹായിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവമേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്ക് പുതിയ അനുഗ്രഹങ്ങളും നന്മകളും കൊടുത്തവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നവരുടെ എല്ലാ യാത്രകളിലും കർത്താവ് കൂടെ ഇരിക്കണം. വാഹനത്തെ കർത്താവ് നിയന്ത്രിക്കണം. ആപത്താനത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കണം. എല്ലാ ഉപജീവനമാർഗ്ഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗവും ബിസിനസ് ചെയ്യുന്ന മക്കളെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് ദിനംതോറും പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും അനാഥരെയും വിധവകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ, യുവാക്കന്മാരെ, കൊച്ചു പൈതങ്ങൾ എല്ലാം സമർപ്പിക്കുക കർത്താവ്. ശത്രു ആരെയും കാണാതെ, ദുഷ്ടപിശാച് ആരെയും തൊടാതെ കാൽവരിയിലെ കോട്ടയ്ക്കുള്ള ഓരോ മക്കളെയും മറച്ചാട്ട് ദൈവമേ. ആമേൻ. ഞങ്ങൾക്ക് സകലത്തിന് മതിയായ സമ്പന്നനായ നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക കർത്താവെ. പ്രത്യാശയോടെ ജീവിപ്പാൻ അടിയങ്ങളെല്ലാം സഹായിക്കണേ. പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണം കർത്താവെ. ഹാലലി. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുന്നപ്പാ, നിൻ്റെ സമാധാനം ഓരോ ഹൃദയങ്ങൾക്കും നൽകിക്കാട്ട്. ആമേൻ. ദൈവകൃപയിൽ ജീവിപ്പാൻ മുൻപോട്ട് ഹല്ലേലൂയ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടിയൻ മറന്നാലും മറക്കാത്ത വിഷയങ്ങളുണ്ട് കർത്താവെ. ദൈവമായ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളുണ്ട്. പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സങ്കടങ്ങളെ അറിയാവുന്നവരുടെ മുൻപിലാടി നിൽക്കുന്നത്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ ഉള്ളത്തിൻ്റെ പ്രയാസ പ്രതികൂലം അറിഞ്ഞ്, ഭവനത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് എൻ്റെ ദൈവം വിടുവിക്കുമാറാകണം. മാനസാന്തരം കൊടുക്കണേ അപ്പാ. മദ്യപാനികൾക്ക് മാനസാന്തരം കൊടുക്കണമേ കർത്താവെ. ഈ ലഹരി പദാർത്ഥത്തിൽ മോചനം കൊടുക്കണമേ കർത്താവെ. എൻ്റെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾക്കൊന്നിനും കഴിയത്തില്ല കർത്താവെ. അവിടുന്ന് ചെയ്യണമേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ, രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ. ആമേൻ. ഹല്ലേലൂയ കർത്താവെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിലൊക്കെ സ്വർഗം ഇറങ്ങും. അവിടെവിടങ്ങളിൽ തൻ്റെ മക്കളെയൊക്കെ സൂക്ഷിക്കും. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവ് ഞങ്ങൾ ഒരുക്കത്തോടെ വചനപ്രകാരം മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിത്യരാജ്യത്തിന് അവകാശികളാക്കി ഞങ്ങളെ തീർക്കണം. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.